ഇപ്പൊ ഞാൻ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഭയങ്കര ഒരു മൊമെന്റ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ സിനിമയാണ് അതിനു വേണ്ടി സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ സംസാരിക്കുന്നുണ്ട്. സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നതിലും ഓരോരുത്തരുടെ എഫേർട്സും എടുത്തു പറയുന്നത്. ഇപ്പം സിനിമയുടെ റിവ്യൂസ് വരുമ്പോഴും പലരും പറയുമ്പം പൊതുവെ എല്ലാവരും ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞു പോകുമല്ലോ. ഇവിടെ എടുത്ത കോസ്റ്റ്യൂമിൻ്റെ കാര്യമാണെങ്കിൽ മേക്കപ്പ്, VFX, ആർട്ട്, സിനിമാറ്റോഗ്രഫി, ഓരോരുത്തരുടെ പെർഫോമൻസസ് ഓരോന്നും എടുത്ത് പറയുമ്പോൾ ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവരുടെ ഈ ഹാർഡ് വർക്ക് നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. ഇതുപോലത്തെ ഒരു സിനിമ, ഈ ജോണറിൽ വരുന്നൊരു സിനിമ മലയാളത്തിൽ നമ്മളുടെ ബഡ്ജറ്റ് എല്ലാം വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിനെ എടുത്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്തായിരുന്നു ഇങ്ങനെ ഒരു ജോണർ? ഇപ്പൊ നോർമൽ എല്ലാവരും ഇപ്പം രജീഷ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന സ്ഥിരം ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്യണം, പ്രേക്ഷകരിലേക്ക് വേറെ ലെവലിലേക്ക് എത്തിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വന്നില്ല എനിക്ക്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എല്ലാം അപ്പൊ കളങ്കാവലിന് മുന്നേ എൻ്റെ അവസാനത്തെ റിലീസ് മധുര മനോരമമാണ്. എത്ര ഗ്യാപ്പായി. അപ്പം ഞാനിങ്ങനെ നല്ലത് വന്നാൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. പട്ടിണിയാണെങ്കിൽ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു സീനിലായിരുന്നു. എന്തോ കറക്റ്റ് ആ ഒരു സമയത്ത് കൃഷാന്തിൻ്റെ കോള് വന്ന് കൃഷാന്ത് വന്നിട്ട് പറഞ്ഞ ആ മൊമെൻറ്റിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെയുള്ള കാര്യം. അതായത് കേട്ടപാടുമ്പോൾ ഇങ്ങനൊരു തോട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൃഷാന്ത് വേണേ എന്നെ AD ആയിട്ട് വിളിച്ചിരുന്നെങ്കിൽ അതിന് വേണ്ടി ഞാൻ പോയേനെ. അഭിനയിക്കാനല്ല രക്ഷ, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് വെച്ചിട്ട് ഞാൻ പോയേനെ. കാരണം ഇങ്ങനത്തെ സിനിമയുടെ ഭാഗം എങ്ങനെയെങ്കിലും ആവാൻ സാധിക്കുക എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. അപ്പൊ അതിന്റെ കൂടെ ഫ്രീഡ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത് ചെറിയ ടോപ്പ് ഓഫ് ദ കേക്കാണ്. അത്രയും അതെ ലോട്ടറി. അല്ല, അത് ആറാട്ടണൻ മാത്രമല്ല, അത് ആ ഒരു ജോണറിൽ പെടുന്ന നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ വരുന്ന ഫാനുകളെ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആറാട്ടണനായിട്ട് തോന്നിയത് ഭയങ്കര അത് ഒരുപാട് പേരുണ്ട്. ആറാട്ടണൻ ദിവ്യയെ വിളിച്ചു സംസാരിച്ചു, പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ആ സോങ് ഇറങ്ങിയപ്പോഴത്തേക്കും വൺ ഓഫ് ദ പീപ്പിൾ ഹൂ റിയലി സ്പോക്ക്, ഭയങ്കര വയസ്സായിട്ട് സ്പീക്ക് ചെയ്ത ഒരാളാണ് ആറാട്ടണ്ണൻ. അയാളുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഭയങ്കര സർപ്രൈസിങ് ആണത്. നമ്മൾ ഒരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ വേറൊരു രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും. നമ്മൾ വേറെ രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ എന്താണ് നിനക്ക് തുണി എടുത്തൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അതാണോ ഇവിടുത്തെ അതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കഴിഞ്ഞ വുമൻസ് ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങുന്നതിന് മുൻപും രജിഷയുടെ പേര് എല്ലാവരും എടുത്ത് പറഞ്ഞു. അതെ അതെ ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ ട്രോൾസ് അല്ലെങ്കിൽ മീൻസ് ഒക്കെ വരുമ്പോൾ പോലും പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം മാറ്റി പറയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് അന്നേരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അത് സിനിമയിലുള്ള കോൺഫിഡൻസ് ആണ്, അല്ലാതെ എനിക്ക് എൻ്റെ അങ്ങനത്തെ പരിപാടിയല്ല. അത് സിനിമയിൽ. കാരണം നമുക്കറിയാലോ നമ്മളിത് എന്തിനാ ചെയ്തത്, സിനിമയ്ക്ക് ഇതിൻ്റെ ആവശ്യം എങ്ങനെയാണ് ഏതാണെന്ന് എനിക്കറിയാലോ. ഞാനതിന് മുന്നേ എന്ത് പറഞ്ഞാലും പോയിന്റ്ലെസ് ആണ്. അത് പിന്നെ വ്യാഖ്യാനിക്കപ്പെടും, അതിൽ കുറേ സാധനം വരും, പിന്നെ അതിൽ വരും, പിന്നെ അത് എന്തിനാ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയാം ഇപ്പം 27-ന്റെ വളരെ പെട്ടെന്ന് സിനിമ വരുമെന്ന് അറിയാമായിരുന്നല്ലോ. അപ്പം വന്നു, ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ട് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ഓരോരോ സിനിമയും നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് സ്വീകരിക്കപ്പെടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരിസമാപ്തി ഭയങ്കര നന്നായിട്ട് പോകുന്നത്. ഇതിനാണ് നമ്മൾ എവ്രി ഡേ, ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങി തിരിച്ച് പണിയെടുക്കുന്നത് അൾട്ടിമേറ്റ്ലി ഓഡിയൻസിന് നമ്മൾ ചെയ്യുന്ന സിനിമ ഇഷ്ടമാവണമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് പ്രൈമറി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ വരുന്ന ബാക്കി പണമാണെങ്കിലും ഫെയിം ആണെങ്കിലും നമ്മളുടെ എന്തൊക്കെയാണെങ്കിലും. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ പ്രേക്ഷകൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കപ്പെടുന്ന മൊമെന്റാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സ്ട്രസ് കിട്ടുന്ന ടൈം. ദിവ്യയുടെ ക്യാരക്ടറിനെ പറ്റി ആളുകൾ എടുത്ത് പറയുന്നുണ്ട്, ഇത്ര നാളെ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ശരി പടർത്തി
കാരണം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനമുണ്ട്. ഞാൻ നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, സിനിമയിൽ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ ക്യാരക്ടർ വെറുതെ ഒരു കോമഡി ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര എഡ്ജിലാണ് നിൽക്കുന്നത്, വല്ലാത്തൊരു മീറ്ററിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രീമിയർ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ FTFSന് എന്താണ് കോമൺ ഓഡിയൻസിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസും പടം കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. എനിക്ക് മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നിരഞ്ജനും വിഷ്ണു അഗസ്ത്യ, രജിഷ ആൻഡ് എല്ലാവർക്കും പെർഫോമൻസിനൊരു സ്പെഷ്യൽ ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. കുറച്ചുകൂടെ ഉറക്കെ പറ വേണോ? കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല അല്ലേ? യെസ് ഉണ്ട്, എനിക്ക് ഇനിയുണ്ട് ഒരുപാട്. ഇടയ്ക്കിടയ്ക്ക് തന്നിട്ട് കുറെ ഐറ്റംസ് ഉണ്ട് ഇറക്കാൻ. ആരെങ്കിലും ഒക്കെ എഴുത്.